ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ ഒരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഴയ ഒരു ഹെയർ ബാൻഡാണ്. അതിനെ പുതിയ രീതിയിലേക്കാക്കി മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഒരു മെറൂൺ കളറ് സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ ഗ്ലൂവും കത്രികയും പിന്നെ നൂല് ചുറ്റാനൊരു ബോർഡും എടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിനനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഉടുപ്പിൻ്റെ കളറിനനുസരിച്ചുള്ള സിൽക്ക് നൂല് വാങ്ങിയാൽ മാത്രം മതി. ആദ്യം നമുക്ക് ഈ നൂല് ഒന്ന് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 20 റൗണ്ടാണ് ഇത് ചുറ്റിയെടുത്തിട്ടുള്ളത്. നൂല് ചുറ്റിയതിന് ശേഷം ബാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അവിടെ ഒരു ഗം തേച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്ത് ഒന്ന് ഗം തേച്ച് കൊടുക്കണം. ഗം തേച്ചതിന് ശേഷം വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഗം തേച്ച് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നൂല് ചെതറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗം തേച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടും. എന്നിട്ട് നമ്മളിത് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചിട്ട് ചുറ്റുകയാണ് ചെയ്യുന്നത്. ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് നമ്മൾ ഗം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നൂല് ചുറ്റിയെടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് ചുറ്റുമ്പോൾ ഹെയർ ബാൻഡിൻ്റെ കളറ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായി ചേർത്ത് ചുറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ചുറ്റാനെടുക്കുന്ന നൂല് ഒരുപാട് വലുപ്പത്തിൽ എടുക്കരുത്. ഇത് നമ്മൾ ഒരു റൗണ്ട് ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും ഇതേപോലെ ബോർഡിൽ ചുറ്റി നൂല് എടുത്തിട്ട് പിന്നെയും ബാക്കി ജോയിൻ ചെയ്ത് ചുറ്റി കൊടുക്കാം. ഒരുപാട് നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് ചിലപ്പോൾ നൂല് കെട്ടുകുടുങ്ങാൻ സാധ്യതയുണ്ട്. നൂലിങ്ങനെ പരത്തി വേണം ചുറ്റിയെടുക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടി ആ കുട്ടിയുടെ ഉടുപ്പിനനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതിൽ സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ ഇല്ലെങ്കിൽ മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ചെവിയുടെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഈ സ്റ്റോണും മുത്തും ഒന്നും ഒട്ടിക്കാത്തതാണ് നല്ലത്. കാരണം അത് അവരുടെ ചെവിക്ക് തട്ടിയിട്ട് അവർക്ക് വേദന ഉണ്ടാവും. ഇത് ചുറ്റുമ്പോൾ നന്നായി ടൈറ്റാക്കിയിട്ട് തന്നെ വലിച്ച്
ചുറ്റാൻ ശ്രദ്ധിക്കണം. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് നന്നായി ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റാൻ ശ്രദ്ധിക്കണം. ഇതിൽ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പാകത്തിന് മുറിച്ചെടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഒരു 4-5 റൗണ്ട് നൂല് ചുറ്റിയെടുത്തിട്ട് അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഓരോ സ്റ്റോണിൻ്റെയും ഇടയിൽ കൂടെ നൂല് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കെട്ട് പോലെ നിൽക്കും. അപ്പോൾ കുട്ടികൾ പിടിച്ച് വലിച്ചാലൊന്നും അത് സ്റ്റോൺ ഇങ്ങോട്ട് പറഞ്ഞു പോയിട്ടില്ല. നമുക്ക് ചെറിയ മുത്തുമാലയൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അതേപോലെ സെയിം കളറിലോ അല്ലെങ്കിൽ നമുക്ക് ഉടുപ്പിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഏതെങ്കിലും അതിലുള്ള ഏതെങ്കിലും ഒരു കളർ നൂല് വെച്ചിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ കെട്ട് പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് കുട്ടികൾ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇളകി വരില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.